മലയാളികളുടെ സാധാരണ ജീവിതത്തിൻ്റെ നൊമ്പരങ്ങളും വേദനകളും പ്രതീക്ഷകളും ശ്രീനിവാസന്റെ തൂലികയിലൂടെ തിരക്കഥകളായി മാറി. കഥയും തിരക്കഥയും സംവിധാനവുമൊക്കെ ഒരേപോലെ നിർവഹിച്ച് മലയാളികളെ കുടുകുടു ചിരിപ്പിച്ച് ശ്രീനിവാസൻ ഏതാണ്ട് അരനൂറ്റാണ്ട് ജൈത്രയാത്ര നടത്തി. ശ്രീനിവാസനും സത്യനന്ദിക്കാടും ചേർന്നൊരുക്കിയ സിനിമകൾ ഒരു കാലത്തും മലയാളി മറക്കുകയില്ല. കാരണം കാലഭേദങ്ങളെ മറികടക്കുന്ന കാവ്യനീതിയിലായിരുന്നു ഈ തിരക്കഥകൾക്കൊക്കെ രൂപം കൊടുത്തത്. 1991 ഇറങ്ങിയ സന്ദേശം എന്ന സിനിമയുടെ കഥ മാത്രം ഓർക്കുക. നീണ്ട 34 വർഷം പിന്നിട്ടിട്ടും ഇന്നും ഒരു തെരഞ്ഞെടുപ്പിൽ തോൽവിയുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ വിജയമുണ്ടാകുമ്പോൾ, ഒരു തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ തലമുറ വ്യത്യാസമില്ലാതെ ആളുകൾ ട്രോളാൻ ഉപയോഗിക്കുന്നത് ആ സിനിമയിലെ സംഭവങ്ങളാണ്. കമ്മ്യൂണിസ്റ്റ് വസന്തത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ മാനവരാശിക്ക് നഷ്ടപ്പെട്ടതിന്റെ തുടർച്ചയായിരുന്നു 91 സന്ദേശം. സോവിയറ്റ് യൂണിയന്റെ തകർച്ച, പോളണ്ടിലെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ വിപ്ലവത്തിന്റെ വിജയം, ഇതിന്റെയൊക്കെ ചുവട് പിടിച്ച് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ തുടരുന്ന കമ്മ്യൂണിസ്റ്റ് വിപരീത ചിന്തയ്ക്കെതിരെ അന്ന് ശ്രീനിവാസൻ ഉയർത്തിയ പടവാൾ 34 വർഷത്തിനു ശേഷവും ലൈവായി നിലനിൽക്കുന്നു. സന്ദേശവും വരവേൽപ്പും ഒരുപക്ഷെ ശ്രീനിവാസൻ എന്ന സിനിമക്കാരനെ വേറിട്ടു നിർത്തുന്ന ചിത്രങ്ങളാവും. കാലാതീതമായ സത്യങ്ങൾ തുറന്നു പറയുന്നതായിരുന്നു ആ 2 സിനിമകളും. അതുവരെ കണ്ടുശീലിച്ച പ്രണയത്തിന്റെയോ കലഹത്തിന്റെയോ വഴിയായിരുന്നില്ല ഈ 2 ചിത്രങ്ങളുടെയും. ആ 2 ചിത്രങ്ങളും ഇന്നും പ്രസക്തമായി നിൽക്കുന്നത് സാധാരണ മനുഷ്യന്റെ ഭാഷയിൽ അവന്റെ വികാരങ്ങളെ, വേദനകളെ, പ്രതീക്ഷകളെ, ആശങ്കകളെ സിനിമയാക്കാൻ ശ്രീനിവാസന് കഴിഞ്ഞതുകൊണ്ടാണ്.